അമ്പാടിയിലെ പൊന്നുണ്ണിയായിരുന്നു കണ്ണൻ. കണ്ണൻ്റെ കുട്ടിക്കാലത്തെ കുസൃതികൾ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. കൂട്ടുകാരുമൊത്ത് വെണ്ണ കട്ട് തിന്നലാണ് പ്രധാന പരിപാടി. ഗോപികമാർ എല്ലാവരും യശോദയോട് പരാതി പറയുമെങ്കിലും രഹസ്യമായി അവരും കണ്ണന് വെണ്ണ കൊടുക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം യശോദയുടെ അടുക്കൽ ഒരു പരാതി എത്തി. കണ്ണനും കൂട്ടുകാരും വെണ്ണപ്പാത്രത്തിൽ കൈയിട്ട് വാരി വെണ്ണ മൊത്തം നാശമായി പോയി. യശോദ കണ്ണൻ്റെ ചെവിക്ക് പിടിച്ചു. ഇനി വെണ്ണ കൈകൊണ്ട് തൊടില്ലെന്ന് സത്യം ചെയ്യ്. ഇല്ല അമ്മേ, ഇനി 10 ദിവസത്തിന് ഞാൻ വെണ്ണ ഈ കൈകൊണ്ട് തൊടില്ല, ഉറപ്പ്, കണ്ണൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പിറ്റേന്ന് കളി കഴിഞ്ഞപ്പോൾ ആലിൻ ചുവട്ടിൽ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ വിശന്നിട്ട് വയ്യ കണ്ണാ, വെണ്ണ തരൂ എന്ന് പറഞ്ഞ് കൂട്ടുകാർ ബഹളം തുടങ്ങി. അമ്മയോട് സത്യം ചെയ്തതല്ലേ, ഇനി എന്തു വഴി? കണ്ണൻ ആലോചിച്ചു. ഉടൻ തന്നെ ഒരു ബുദ്ധി തോന്നി. ആലിൻ്റെ ഇലകൾ പറിച്ച് കുമ്പിൾ കുത്തി വെണ്ണ കോരിയെടുക്കാം. പങ്ങി നടന്ന് ഗോപികമാരുടെ വീട്ടിൽ കയറി കുമ്പിൾ കൊണ്ട് വെണ്ണ കോരിയെടുത്തു. കൂട്ടുകാരും കൂടി സുഭിക്ഷമായി കഴിച്ചു. പിറ്റേന്നും ഇത് തന്നെ ചെയ്തു. അപ്പോഴാണ് ആ അത്ഭുതം നടന്നത്. കണ്ണൻ്റെ കുമ്പിൾ കുത്താനുള്ള ബുദ്ധിമുട്ട് കണ്ട ആ അരയാൽ വാത്സല്യപൂർവ്വം തൻ്റെ ഇലകളൊക്കെ കുമ്പിൾ മാതിരിയാക്കി. എൻ്റെ കണ്ണന് ഇഷ്ടം പോലെ എടുത്തോളൂ എന്ന് പറഞ്ഞു. സന്തോഷിച്ച കണ്ണൻ ആ ആലിനോട് പറഞ്ഞു, ഇനിമേൽ നീ എൻ്റെ ഓർമ്മയ്ക്കായി കണ്ണനാൽ എന്ന് അറിയപ്പെടും. കുമ്പിൾ കുത്തിയ മാതിരിയുള്ള നിന്റെ ഇലകളെ കൃഷ്ണന്റെ വെണ്ണക്കപ്പ് എന്ന് എല്ലാവരും വിളിക്കും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും കണ്ണന്റെ ഓർമ്മയുമായി ഇന്നും കൃഷ്ണനാൽ നിൽക്കുന്നു. കൃഷ്ണാസ് ബട്ടർ കപ്പ് എന്ന് അതിൻ്റെ ഇലകളെ വിളിക്കുന്നു. ശാസ്ത്രജ്ഞർ ഈ ആലിനെ ഫൈക്കസ് കൃഷ്ണേ എന്ന് ശാസ്ത്രീയ നാമവും നൽകി. സംശയമുണ്ടെങ്കിൽ ഗൂഗിളിൽ തിരഞ്ഞു നോക്കാം.